എടാ അപ്പൊ നിന്റെ മോക്ക സമ്പത്തിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് അമ്മാവൻ അറിയില്ലേ? പിന്നെ മോളെ വളർത്തേണ്ട കാര്യമല്ലേ, അതിന് കഷ്ടപ്പെടാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കാടാ. എന്നോട് അവള് പ്രതികാരം ചെയ്തു. ഞാൻ പറഞ്ഞ ഓരോ വാക്കിനും അവള് തിരിച്ചടിച്ചു. എടാ എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയ്ക്കും ക്രിമിനൽ ബുദ്ധി അവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന. അമ്മാവ, അർഹിക്കാത്ത സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആരായാലും അതിനുള്ള കുഴപ്പം പിടിച്ച മാർഗവും കണ്ടെത്തും. വീണയുടെ മനസ്സ് പണ്ടേ നമ്മുടെ കൂടെ ആയിരുന്നില്ലല്ലോ. ജനിച്ച വീടിനെ വെറുപ്പ്, ജനിപ്പിച്ചവരെ വെറുപ്പ്, എന്തിന് പിറന്ന നാടിനെ വരെ വെറുപ്പ്. അപ്പൊ പിന്നെ കൂടുതൽ ആലോചിക്കുന്ന എന്തിന്? മക്കളെ, എടാ കുഞ്ഞിനെ അവള് കൊണ്ടുവരില്ലേ? നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ട് അവനി വേറെ വിലപേശൽ നടത്തുവോ? ആ, അങ്ങനൊരു സംശയം എന്റെ മനസ്സിലും ഇല്ലാതില്ല. അങ്ങനെ എന്തെങ്കിലും അവള് ചെയ്ത അമ്മാവൻ നോക്കിക്കോ, ഈ രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായി നടന്നാൽ ഇനി ആരെയും ഭീഷണിപ്പെടുത്താൻ വീണ ഉണ്ടാവില്ല. ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിത്യയ്ക്ക് വേണ്ടിയിട്ടാ. എന്തും ചെയ്യാനുള്ള ധൈര്യം അതെനിക്ക് തരുന്നുണ്ട്. അതിമോനെ പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ എത്തും. എടത് വളരെ പ്രശ്നമായെന്നാ തോന്നുന്നു. ഇവിടെയാണ് അവള് വരാന്ന് പറഞ്ഞേ. ഇവിടെ വരാൻ അവള് പറഞ്ഞത്. എടാ അത് പിന്നെ ആദ്യാണോടാ? അമ്മ, ആദി. ആദ്യോ ആദി ആദി ആദിമോനെ, ആദി നീ എവിടെയായിരുന്നു? അമ്മൂമ്മ, നിത്യമ്മ എവിടെ? നിത്യമ്മ എവിടെ? അമ്മൂമ്മ, എന്റെ നിത്യമ്മ എവിടെ? മോനെ, മുമ്പാ. നിത്യമ്മ,
നിത്യാമ്മേ മോനെ നിത്യാമ്മക്ക് എന്നെ കാണാതെ സങ്കടായോ? മോനെ സങ്കടം ഉണ്ടാവില്ല. മോനെ കാണാതെ സങ്കടം ഉണ്ടാവില്ല. മോനെ ഹരിയേട്ടാ, മോനെ എവിടുന്നാ കണ്ടെത്തിയത്? ഞാൻ മോനെ അന്വേഷിച്ച് അറിയുകയായിരുന്നു. അതിനിടയിലൊരു വണ്ടിയിൽ മോനെ കണ്ടു. കൂടെ കുറെ തടിമാടന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു.